വചനമൊഴി ഡിസംബർ 26. വചനഭാഗം സ്ലീഹന്മാരുടെ നടപടി 6, 8, 10, 7, 54, 60. മത്തായിയുടെ സുവിശേഷം 10, 16, 22. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ആടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. തങ്ങളുടെ സിനഗോഗുകളിൽ വെച്ച് അവർ നിങ്ങളെ ചമ്മട്ടി കൊണ്ടടിക്കും. നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെ സന്നിധിയിലേക്ക് വലിച്ചിഴക്കപ്പെടും. അവിടെ അവരുടെയും ജനതകളുടെയും മുൻപാകെ നിങ്ങൾ സാക്ഷ്യമാകും. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കും. എന്തെന്നാൽ നിങ്ങളല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിന്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. സഹോദരൻ സഹോദരനെയും പിതാവ് മകനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. എന്റെ നാമം മൂലം നിങ്ങൾ സർവരാലും ദേഷിക്കപ്പെടും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. ഈശോയിൽ സ്നേഹമുള്ളവരെ, ക്രിസ്തുമസ് കഴിഞ്ഞ ആദ്യ ദിവസം ഇന്ന് സഭയിൽ ആദ്യത്തെ രക്തസാക്ഷിയായ എസ്തഫാനോസിനെയാണ് അനുസ്മരിക്കുന്നത്. മിശിഹായുടെ പീഡാസഹന കുരിശുമരണ ഉത്ഥാനത്തിന് ശേഷം മിശിഹായ്ക്ക് വേണ്ടി ആദ്യം ജീവൻ അർപ്പിച്ച ഡീക്കനായിരുന്ന ഒരു രക്തസാക്ഷിയാണ് എസ്തഫാനോസ്. ഇന്ന് സുവിശേഷത്തിൽ നാം ശ്രവിച്ചതുപോലെ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെയാണ് മിശിഹായുടെ മനുഷ്യാവതാരവും നിറവേറുന്നത്. മിശിഹ ജനിച്ചുടനെ അവനെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഹെരോദേസിനെയും കൂട്ടരെയും നമുക്ക് വിശുദ്ധ വചനത്തിൽ കാണുവാൻ സാധിക്കും. അവിടെ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്നതുപോലെ അവതാരം ചെയ്ത മിശിഹായുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി വിവേകത്തോടെ, സർപ്പത്തെ പോലെ വിവേകത്തോടെ പ്രവർത്തിക്കുന്ന യൗസേപ്പിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രാവിനെ പോലെ നിഷ്കളങ്കമായി യൗസേപ്പിന്റെ കൂടെ നിൽക്കുന്ന പരിശുദ്ധ അമ്മയെയും ശിശുവിനെയും നമുക്ക് കാണുവാൻ സാധിക്കും. പ്രകാരം വിവേകത്തോടുകൂടി പ്രവർത്തിക്കുന്ന യൗസേപ്പിന്റെ പ്രവൃത്തി മിശിഹായുടെ ജീവൻ സംരക്ഷിക്കുകയാണ്. മിശിഹായ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരും സർപ്പത്തെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കണം എന്ന സന്ദേശം തിരുവചനം നൽകുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കേട്ട മറ്റൊരു കാര്യം, മിശിഹായ്ക്ക് സാക്ഷ്യം നൽകുന്നവർ പലപ്പോഴും പീഡിപ്പിക്കപ്പെടും. നാടുവാഴികളാലും രാജാക്കന്മാരാലും പീഡിപ്പിക്കപ്പെടുമ്പോൾ, പല വിധത്തില് പീഡിപ്പിക്കപ്പെടുമ്പോൾ നിരാശരാകാതെ ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുവാനും പല വിധത്തിലുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുമ്പോൾ എപ്രകാരം സംസാരിക്കണമെന്ന കാര്യം, എന്ത് പറയണമെന്ന കാര്യം പരിശുദ്ധ റൂഹ നൽകും എന്നാണ് തിരുവചനം പറയുന്നത്. ഇന്ന് ലേഖനത്തിൽ നാം ശ്രവിക്കുന്ന എസ്തഫാനോസിന്റെ മരണത്തെക്കുറിച്ചുള്ള വിവരണത്തിൽ കല്ലെറിഞ്ഞു കൊല്ലപ്പെടുവാനായിട്ട് നിൽക്കുന്ന അവസരത്തിലും ദൈവവചനത്തില് വിശ്വസിച്ചുകൊണ്ട് നിൽക്കുകയും ദൈവാരൂപിയാൽ പ്രചോദിതമായി സംസാരിച്ച് ദൈവവചനത്തിന് സാക്ഷ്യം നൽകുന്ന എസ്തഫാനോസിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നിങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ എന്ത് പറയണം എന്ന കാര്യം ദൈവാരൂപിയാൽ നൽകപ്പെടുമെന്നത് വിശുദ്ധ എസ്തഫാനോസിൽ യാഥാർത്ഥ്യമാകുന്നത് കാണുവാൻ നമുക്ക് സാധിക്കും. മനുഷ്യനായി അവതരിച്ച മിശിഹായിലൂടെ നൽകപ്പെട്ട ദൈവവചനത്തിന് സാക്ഷ്യം നൽകുവാൻ, നമ്മുടെ ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകുവാൻ, പ്രതികൂല സാഹചര്യങ്ങളും ദൈവവചനത്തെ നശിപ്പിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോൾ വിവേകത്തോടെ പ്രവർത്തിക്കുവാൻ
സർപ്പത്തെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായി വർത്തിക്കുവാൻ കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.